പരിശുദ്ധാത്മാവ്, ഞാൻ ഈ പറയുന്നത് വചനമാണ്. ഒരിക്കൽ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട യേശുവിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കവേ സ്നാനം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ഇതാ യേശുവിൻ്റെ അടുക്കലേക്ക് വീണ്ടും പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വരികയാണ്. അതിനർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരാൻ എന്ന് പറഞ്ഞാൽ പോയിട്ട് വരാനല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിലേക്ക് വരുന്നത് ലൈഫ് ലോങ് ആണ്. വന്നു പോകുന്ന ഒരു ഇടപാട് പരിശുദ്ധാത്മാവിനില്ല. തൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ അയക്കുമ്പോൾ അത് എന്നേക്കും അവരിൽ ഇരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഓൾറെഡി പരിശുദ്ധാത്മാവ് ഇരിക്കവേ വീണ്ടും പരിശുദ്ധാത്മാവ് യേശുവിൽ വന്നു. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോയിട്ട് യേശുവിലേക്ക് വീണ്ടും വന്നതല്ല. സ്തോത്രം ചെയ്തേ കർത്താവിന്. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം. ഇന്ന് പകലിൽ പറയണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയണം, പരിശുദ്ധാത്മാവേ എന്നിൽ ഇനിയും വന്ന് നിറയാൻ എന്നെ സമർപ്പിക്കുകയാണ്. ഇനിയും എന്നിൽ വന്ന് നിറയാൻ സമർപ്പിക്കുകയാണ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരിടത്ത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ദയവായി വായിക്കണം. സ്നാനശേഷം സംഭവിച്ച കാര്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അപ്പോൾ എപ്പോഴാ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞതെന്നറിയാമോ? സ്നാനപ്പെട്ട് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ യേശുവിന്റെ മേൽ വന്നതിന് ശേഷം. എപ്പോഴാണ് നിറഞ്ഞത്? പിടികിട്ടി? നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? പരിശുദ്ധാത്മാവ് വന്നത് മറിയുടെ ഉദരത്തിൽ യേശുവിനെ മറിയ ഗർഭം ധരിച്ച സമയത്ത് വന്നു. അത് കൂടാതെ യേശു സ്നാനപ്പെട്ട സമയത്ത് വെള്ളത്തിൽ നിന്ന് താൻ കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ വന്നു. എന്നിട്ട് വചനം പറയുകയാണ്, എന്തായിരുന്നു? യേശു ആത്മാവിൽ നിറഞ്ഞവനായി. ചേർന്ന് പറഞ്ഞ ആത്മാവിൽ നിറഞ്ഞവനായി. ആത്മാവിൽ നിറഞ്ഞവനായി. ചേർന്ന് പറഞ്ഞ ആത്മനിറവ്. ആത്മനിറവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഓവർഫ്ലോ ഉണ്ടായിരിക്കും. നിറഞ്ഞിങ്ങനെ നിൽക്കത്തില്ല, നിറഞ്ഞ് കവിയും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് കവിയുന്ന നിലകളിലേക്ക് ഒരു ദൈവ പൈതലിലേക്ക് നൽകാൻ ദൈവത്തിന് ഹല്ലേലൂയ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നിട്ട് ആ ഭാഗം വായിച്ചൊന്നുകൂടെ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി. മാത്രമല്ല അടുത്തത് ലഭിക്കുന്നത്, ആത്മനിറവിൽ ലഭിക്കുന്നത് ദൈവശക്തിയാണ്. ഓ ജീസസ്. ദൈവശക്തിയാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ദൈവശക്തി, ദൈവശക്തി. വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം ആമേൻ അയച്ചു. കൂടാതെ വീണ്ടും ആത്മനിറവ് ഒരുവനുണ്ടാകാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് ആത്മശക്തി ഒരു വിശ്വാസിയിലേക്ക് നിറയ്ക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ഈ നാളുകൾ ആത്മശക്തി പ്രാപിക്കാൻ ദൈവസഭ ഒരുങ്ങണം, ഉണരണം. പോരെ. ചേർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുപോലെ ദൈവശക്തി ലഭിക്കുന്ന ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് അവന് നന്ദി പറഞ്ഞാട്ടെ. എൻ്റെ മേൽ ആത്മശക്തി നൽകാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആത്മശക്തി, ആത്മശക്തി. ഇനി നിങ്ങൾ ഈ അടുത്ത ഭാഗം കൂടെ കേട്ട് ദൈവത്തെ സ്തുതിക്കണം. കാരണം ഈ ആത്മശക്തി എന്തിനാ?
എന്നിട്ട് ഞാൻ ആ അടുത്ത ഭാഗത്തേക്ക് വരാം. ആത്മശക്തി തന്നു. അപ്പൊ ആദ്യം പരിശുദ്ധാത്മാവിനെ തന്ന ദൈവം വീണ്ടും പരിശുദ്ധാത്മാവിന്റെ നിറവിനെ തന്നു. ഈ നിറവ് ദൈവശക്തിയാണ്. എന്താണത് പറയാൻ കാരണം? യേശു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശുവിലുണ്ടായിട്ട് അവിടുന്ന് മുതൽ യേശു അതിശക്തമായ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. ആമേൻ. സ്തോത്രം. പിടികിട്ടിയോ? ഈ ദൈവശക്തി നിന്നെ മുൻപോട്ട് നടത്താനിടയാക്കും. ഈ ആത്മാവിന്റെ ശക്തി നിന്റെ ശുശ്രൂഷയിൽ നിനക്ക് മുൻപോട്ട് പോകുവാനിടയാക്കും. ഹല്ലേലൂയ. ശക്തി പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. വേറിട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ആത്മശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ നാളുകൾ ആമേൻ ജീവിതത്തിൽ സമയങ്ങൾ കണ്ടെത്തുമ്പോൾ ആമേൻ തിരിച്ചറിയുക, ഈ ശക്തി നിന്നെ മുൻപോട്ട് നടത്തും. പൈശാചിക മണ്ഡലങ്ങളുള്ള ഇടത്ത് ഈ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തിയെ ഈ പൈശാചിക ശക്തികൾ തിരിച്ചറിയും. ഈ ശക്തിയാണ് തുടർന്ന് മുൻപോട്ട് നടത്തുന്നത് ശുശ്രൂഷയിൽ. അപ്പൊ ക്രൈസ്തവ ജീവിതം വിജയകരമായി മുൻപോട്ട് പോകാനും ശുശ്രൂഷ മുൻപോട്ട് പോകുവാനും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം, പ്രത്യുത പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു ദൈവവേദന ആവശ്യമാണ്. മനസ്സിലായ? ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ രക്ഷിക്കപ്പെട്ട നാളിൽ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് ലഭിച്ചു എന്ന് കരുതി ഒതുക്കപ്പെടുന്നതിന് പകരം ദൈവത്തോട് ചോദിക്കണം, ദൈവമേ അവിടുത്തെ ആത്മാവിനെ ഇനിയും എന്നിലേക്ക് നിറയ്ക്കാൻ, അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കാൻ എന്നെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാനിടയായാൽ നീ അറിയാത്തൊരു ശക്തി നിന്റെ മേൽ വെളിപ്പെടും. അതിനെ ആർക്കും തടയാൻ കഴിയാത്തൊരു ദൈവശക്തിയായിരിക്കും. ആ ശക്തി നിന്നെ മുൻപോട്ട് നടത്തുക മാത്രമല്ല, പൈശാചിക ശക്തികളുടെ നടുവിൽ നിന്റെ മേലുള്ള ശക്തിയെ ദൈവം വെളിപ്പെടുത്തും. ഓ ഹല്ലേലൂയ. ഗദരദേശത്തേക്ക് കർത്താവ് യാത്ര ചെയ്ത് ഗദരദേശത്തെത്തിയപ്പോൾ യേശുവിനെ ഈ പൈശാചിക ശക്തികൾ ശരീരത്തിൽ ഏറ്റ മനുഷ്യൻ തൻ്റെ പാർപ്പ് സ്വന്തം ദേശ പട്ടണത്തിൽ നിന്നു മാറി സെമിത്തേരികളിൽ ചെന്ന് കല്ലറയിൽ പാർപ്പ് ഉണ്ടായിരുന്ന മനുഷ്യൻ, വസ്ത്രങ്ങളില്ലാതെ ആയിരക്കണക്കിന് ഭൂതങ്ങൾ മനുഷ്യ ശരീരത്തിൽ ബാധിച്ച ഈ മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെട്ട് കല്ലെടുത്ത് അലറി നിലവിളിച്ച് ദേശത്തിന് ഭീതിയായി മാറിയ ഈ മനുഷ്യൻ കല്ലെടുത്ത് സ്വന്തം ശരീരത്തെ ചതച്ചുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് നടക്കുന്ന സുബോധമില്ലാത്ത മനുഷ്യൻ യേശു ക്രിസ്തു ഈ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ, ഈ മനുഷ്യനെ അന്വേഷിച്ചു പോയപ്പോൾ, ഈ അശുദ്ധാത്മാവ് ബാധിച്ച ഈ മനുഷ്യന്റെ മേലുള്ള അശുദ്ധാത്മ ശക്തികൾ യേശുവിനെ തിരിച്ചറിയുവാൻ ഇടയായതുപോലെ ആത്മശക്തി പ്രാപിച്ച നിന്നെ, പരിശുദ്ധ ആത്മാവിന്റെ ശക്തി നിന്റെ മേലുള്ള നിന്നെ, ആമേൻ, അശുദ്ധ ആത്മാക്കൾ ആമേൻ നിന്റെ മേൽ ജയമെടുക്കത്തില്ല. നിന്നിലുള്ള ശക്തിയെ അവർ മനസ്സിലാക്കുവാനിടയാകും. അതിന് ഈ നാളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. ആത്മശക്തി കർത്താവേ എന്നിലേക്ക് പകരണമെന്ന് പറഞ്ഞ്. അപ്പോൾ അറിയാം ഈ പ്രാർത്ഥന പോരാ, ഇതിനപ്പുറത്തേക്ക് ചില ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിച്ച് കയറേണ്ടുന്ന കാര്യമുണ്ട്. കാര്യം എന്നിൽ ദൈവശക്തി നിറയാൻ ഈ ദിവസങ്ങളിൽ ഇടയാകണമെന്ന് ആഗ്രഹമുള്ളവർ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന്റെ നിറവിന്.